നാം നമുക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പിശാച് ആ ഭാഗത്ത് നോക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എനിക്ക് വേണ്ടിയാ. കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കണം, എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് നല്ല ബാങ്ക് ബാലൻസ് വേണം. ഇതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് സന്തോഷിക്കത്തേ ഉള്ളൂ. നല്ല പരിപാടി, അവനെന്തെങ്കിലും പ്രശ്നമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെ? എന്തോ പ്രാർത്ഥന വിഷയം എന്തുവാ? പ്രാർത്ഥനാ വിഷയം ഇതൊക്കെയാ: ആഹാരം, വസ്ത്രം, പാർപ്പിടം, കാറ്, ജോലി. ഇത് വിചാരം എന്തുവാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇതാ നിന്റെ പ്രാർത്ഥനയുടെ റൂട്ടൊന്ന് മാറട്ടെ. സ്തോത്രം. നീ ദൈവകരത്തിലെ ഒരു ആയുധമായി മാറട്ടെ, ദൈവത്തിന്റെ കരത്തിലെ ഒരു വെൺവഴുമായി മാറട്ടെ. നീ ദേശത്തിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന, ഇരുട്ടിന്റെ ശക്തികളെ തകർക്കുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നീ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിട്ട വഴികളിൽ പ്രതികൂലമുണ്ട് എങ്കിൽ വിട്ടവൻ അതിന്റെ കണക്ക് തീർത്തോളുമെന്ന്. എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ തെരഞ്ഞെടുത്ത ദൈവമാണ്, എന്നെ ഈ ദേശത്താക്കിയത് ദൈവമാണ്, എന്നെ ഈ കുടുംബത്തിലാക്കിയത് ദൈവമാണ്, എന്നെ ഈ സഭയിലാക്കിയത് ദൈവമാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ഏതവസ്ഥയെയും മാറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എത്ര വിശ്വസിക്കുവാൻ കഴിയും? നിന്റെ കുടുംബത്തെ പണിയുവാൻ കഴിയും, നിന്റെ തലമുറയെ പണിയുവാൻ കഴിയും. ഇത് നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. നിനക്ക് ജോലി നൽകുവാൻ കഴിയും, കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. മെലിത്ത എന്ന ദ്വീപിൽ നിന്നെ എത്തിക്കുവാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ച ദൈവം ഇന്നും ഈ വിഷയത്തിലും വിടുവിപ്പാൻ ശക്തൻ തന്നെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങ് തന്ന ജീവന്റെ വചനത്തിനായി സ്തോത്രം. ഈ വചനം കർത്താവെ വെളിപ്പെടുമ്പോൾ ജനം വിടുവിക്കപ്പെടുന്ന പകൽക്കാലം, കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുന്ന ദിനം. സ്തോത്രം. ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തിൻ്റെ ഹൃദയത്തെ തുറക്കുന്നു. ഇരുട്ടിനെ ഞാൻ പുറത്താക്കുന്നു. വചനത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ രമേശ് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ച ഈ വാക്യം നമുക്കെല്ലാവർക്കും അറിയുന്നതും പ്രാർത്ഥനയിലൊക്കെയും നമ്മൾ ഉരുവിടുന്നതുമായ ഒരു വാക്യമാണ്. ഒത്തിരി ഉപദേശവിരുദ്ധമായ പല കാര്യങ്ങളും ഈ വചനത്തിൽ കൂടെ ക്രിസ്തീയ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. നീ പത്രോസ് ആകുന്നു. കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. എന്നിട്ട് പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ പത്രോസ് ആകുന്നു. കർത്താവ് പറയുകയാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയുമെന്നല്ല പറഞ്ഞത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പാറ കഷണം എന്നാ, അല്ലേ? നീ പാറയുടെ ഒരു കഷണമാണ്. ഈ പറയുന്ന ഞാൻ, അതായത് ക്രിസ്തുവാകുന്ന പാറ, ഇത് പാറയും നീ പാറ കഷണവുമാണ്. അപ്പോൾ പാറ കഷണമായ നീ ഈ പാറമേൽ ചേർന്ന് പണിയപ്പെടും. അതാണ് ശരിയായ ഉപദേശം. പല മതവിഭാഗങ്ങളും പറയുന്നത് പത്രോസിന് മേൽ സഭ പണിതെന്നാ പറയുന്നത്, അല്ലേ? എന്നാൽ ക്രിസ്തുവാണ് അടിസ്ഥാനം. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ പാറമേൽ സഭ പണിതാൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഉറപ്പ് വേണമെങ്കിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉറപ്പ് വേണമെങ്കിൽ, ബലം വേണമെങ്കിൽ, ശിഷ്യന്മാരുടെ മേല് സഭ പണിതാൻ പറ്റത്തില്ല, പുണ്യാളന്മാരുടെ മേല് സഭ പണിതാൻ പറ്റത്തില്ല, മാതാവിന്റെ മേല് സഭ പണിതാൻ പറ്റത്തില്ല. എവിടെ പണിയണ്ടേ? ക്രിസ്തുവിന് മേൽ സഭ പണിയണം. പാറ, ക്രിസ്തുവാകുന്ന പാറമേൽ, അതായത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന് മേൽ സഭ പണിതാൽ നമ്മളെ ഒരു പാതാള ഗോപുരത്തിനും ഒരു പാതാള ശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല. കാരണം എന്നാ? അടിസ്ഥാനം പാറയുടെ മേല. അതുകൊണ്ടാണ് കർത്താവ് ഒരു ഉദാഹരണം പറയുമ്പോൾ പറയുന്നു, മണലിൽ മേൽ പണിത്, പാറയുടെ മേൽ പണിത വീടും മണലിന് മേൽ പണിത വീടും. കാറ്റ് വടിച്ചു,
തിരമാലയും അടിച്ചു, വൻമഴ ചൊരിഞ്ഞു, മണലിന്മേൽ പടുന്ന വീണിൽ എന്തു പറ്റി? അത് നിലംപരിചായിപ്പോയി. എന്നാൽ പാറമേൽ പണിതതിനെ ഇതൊന്നും ഏറ്റില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മളുടെ വിശ്വാസ ജീവിതം പണിയേണ്ടത് മണലിൽ വേണോ, തരികളിൽ വേണോ, പാറക്കഷണങ്ങളിൽ വേണോ, അതോ ക്രിസ്തുവാകുന്ന പാറമേൽ വേണോ? ഇത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് വചനം പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഒരു വീട് വെക്കണമെങ്കിൽ നേരെ ചെന്ന് കുറെ കട്ട വാങ്ങി ഇറങ്ങി പണി അങ്ങ് തുടങ്ങുമോ? ഇല്ല. ഒരു ഭവനം പണിയുന്ന ഒരുവൻ, സ്തോത്രം, അവൻ ആഴത്തിൽ കുഴിച്ച് ഉറപ്പുള്ള പാറ കണ്ടെത്തും. അവിടെ നിന്നാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ കൂട്ടം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അഥവാ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിനാണ് സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, 120 പേർ അവർ ഒരു സംഘം അവിടെ കൂടിയിരുന്നു. ഈ സംഘം സഭയായി മാറിയത് അപ്പോഴാ. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സംഘം സഭയായി മാറി. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു കൂട്ടം ജനത്തിൻ്റെ കൂട്ടത്തെയാണ് സഭയെന്ന് പറയുന്നത്. വ്യക്തിപരമായി ഓരോരുത്തരും പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അടുക്കി വെക്കുന്ന കല്ലുകൾ ചെത്തിയതായിരിക്കണം, കുറവ് തീർന്നതായിരിക്കണം, വിശ്വാസത്തിൽ ഉറച്ചവരായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം, അഥവാ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അല്ല എങ്കിൽ പാതാള ഗോപുരങ്ങൾ നമ്മളെ തകർക്കുവാനിടയായി തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട് സഭയ്ക്കെതിരെ. സഭയെന്ന് പറയുന്നത് ഈ വ്യക്തികളാണ്. സഭയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ മൊത്തത്തിലുള്ള വിഷയമുണ്ട്. അല്ലാതെ തന്നെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരും. നീ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവനാണ് എങ്കിൽ, ദൈവരാജ്യത്തിൽ നീ ശോഭിക്കുന്നവനാണ് എങ്കിൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനാണ് എങ്കിൽ, അവരുടെ ജീവിതത്തിലും ഈ പാതാള ഗോപുരത്തിൻ്റെ വെല്ലുവിളികളൊക്കെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒക്കെ വരുന്നതിന് കാരണമെന്ന, നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് അതിനെ ജയിക്കുവാൻ എനിക്കും നിനക്കും കഴിയും. അതാണ് പറയുന്നത്, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. കാരണം നീ പാറമേലാണ് നിൽക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ, വചനമാകുന്ന പാറമേൽ നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ഈ പാതാള ഗോപുരം നിന്നെ തകർക്കത്തില്ല. അതിൻ്റെ കോട്ടകളെ തകർക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പ്രതികൂലം വരും, അവരുടെ കുടുംബത്തിൽ പ്രതികൂലം വരും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ പാറമേലാണോ നമ്മൾ പണിതിരിക്കേണ്ടതെന്ന് നോക്കണം. നമ്മുടെ അടിസ്ഥാനം നമ്മൾ ഉറപ്പിക്കണം, അതൊന്ന് കാണണം. നീ ക്രിസ്തുവിൽ ഉറച്ചാൽ ഈ പാതാള ഗോപുരം നിന്നെ ജയിക്കത്തില്ല. എന്നിട്ട് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പത്രോസിനോട് പറയുകയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ പാറമേൽ നിൽക്കുന്നതിൻ്റെ കയ്യിലെ ഈ താക്കോൽ കിട്ടത്തുള്ളൂ. ഈ പത്രോസിന്റെ ഈ താക്കോൽ കൊടുക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്തുവാ പറയുന്നേ? അപ്പോൾ ഓരോരുത്തർ പറയുന്നു, പ്രവാചകൻ എന്ന് പറയുന്നു, ഏലിയാവ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് തൊട്ടു മുമ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീയോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ക്രിസ്തു വെളിപ്പെട്ടു. പത്രോസിന് ക്രിസ്തു വെളിപ്പെട്ടാൽ ദൈവം നിന്നെ ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കും. അവന്റെ കയ്യിലെ ഞാൻ അധികാരം കൊടുക്കത്തുള്ളൂ. ക്രിസ്തു വെളിപ്പെടണം. ഒരു പ്രവാചകനായോ, അപ്പം തരുന്ന ഒരു യേശുവായോ, അല്ലെങ്കിൽ നമുക്കൊരു ജോലി തരുന്ന ഒരു ദൈവമായോ
ദൈവമായോ നമ്മുടെ രോഗം മാറ്റുന്ന ഒരു യേശുവായോ അല്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രക്ഷകനെ നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവനുള്ള ഒരു ദൈവമുണ്ട്, അവന്റെ പുത്രനായി മനുഷ്യന്റെ വിടുതലിനായി ഭൂമിയിൽ ഇറങ്ങി വന്ന ക്രിസ്തുവിനെ നാം അംഗീകരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ബെറിയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി നൽകിയത്. അപ്പോൾ ഈ വെളിപ്പാട് കിട്ടണമെങ്കിൽ എന്തു വേണം? സ്വർഗത്തിലെ പിതാവിന് കരുണ തോന്നണം. ദൈവം ആകർഷിക്കാതെ ആരും ദൈവസന്നിധിയിൽ വരുന്നില്ല. നമ്മൾ വിചാരിക്കും എന്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആൾ വരാത്ത, എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിളിയുള്ളവനെ, ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ചേർത്തിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണ്ട എന്നുള്ളതല്ല. പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ വെച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുവാനും ദൈവം വെച്ചിട്ടുണ്ട്. ദൈവമാണ് തക്ക സമയമാകുമ്പോൾ ദൈവസന്നിധിയിൽ അവനെ ചേർക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, സഭ പണിയുമ്പോൾ വെല്ലുവിളികളുണ്ട്. നമ്മുടെ കുടുംബജീവിതം, അവിടെയും ദൈവരാജ്യത്തിനു വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയൊന്ന് കൂട്ടുമ്പോൾ, അപ്പത്തിൻ്റെ പ്രാർത്ഥനയല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തുടങ്ങുമ്പോൾ ചില വെല്ലുവിളികളൊക്കെ ഉയരും. അതുകൊണ്ട് ചിലരങ്ങ് പ്രാർത്ഥിക്കത്തില്ല, പിന്നെ വിഷയമില്ലല്ലോ. നമ്മളൊക്കെ എന്തിനാ ദൈവസന്നിധിയിൽ വരുന്നേ? പലരും എന്തിനാ ദൈവസന്നിധിയിൽ വരുന്നത്? രോഗം മാറും, ക്ഷീണം മാറും, അല്ലേ? ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, സ്തോത്രം, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. എന്നാൽ അതിനു വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? ഈ സൗഖ്യവും വിടുതലുമൊക്കെ വേറെ പലയിടങ്ങളിലും ഉണ്ട്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? ഒരു സഭയുടെ പണിക്ക് വേണ്ടിയിട്ടാ, ദൈവരാജ്യത്തിൽ ശോഭിക്കുവാൻ വേണ്ടിയിട്ടാ. ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ കുടുംബത്തെക്കുറിച്ചും വലിയ പദ്ധതികളുണ്ട്. അതൊന്ന് തിരിച്ചറിയണം. ഇന്ന് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ കുറെ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണോ നാം കടന്നു വന്നിരിക്കുന്നത്? അതിനു വേണ്ടി മാത്രമാണോ? അതല്ല, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ താൽക്കാലികമായി എന്തെങ്കിലും വിഷയങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് എനിക്കൊരു ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ എത്ര പേരാ? അങ്ങനെയൊക്കെ നാം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ശത്രു വെറുതെ ഇരിക്കത്തില്ല. പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, വെല്ലുവിളിയുണ്ട്. പാതാള ഗോപുരം അവൻ നമുക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, പാതാള ഗോപുരം നിന്നെ ജയിക്കുകയില്ല. ഞാൻ നിന്റെ മേലൊരു അധികാരം തന്നിരിക്കുകയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നത് എന്ന് പറഞ്ഞാൽ, നീ ഭൂമിയിൽ ഇരുന്നൊരു കാര്യം പറഞ്ഞാൽ അത് സ്വർഗത്തിൽ സീൽ ചെയ്തിരിക്കുമെന്ന്. നീ ഭൂമിയിലിരുന്ന് ഹല്ലേലൂയ ഒരു കാര്യം അടിച്ചാൽ അത് സ്വർഗത്തിലും അടിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം അത് ഏറ്റെടുത്തിരിക്കുമെന്ന്. നീ ഒരു വിഷയത്തിൽ ഇരുട്ടിന്റെ ശക്തിയെ നീ ബന്ധിച്ചാൽ അത് ആ ശക്തി മാത്രമല്ല അറിയുന്നത്, അത് സ്വർഗത്തിൽ വരെ അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. അവിടെ അത് അറിഞ്ഞിരിക്കും. നാം നമുക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല, പിശാച് ആ ഭാഗത്ത് നോക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എനിക്ക് വേണ്ടിയാ. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് നല്ലൊരു വീട് വെക്കണം, ഒരു കാറ് മേടിക്കണം, കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കണം, എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് നല്ല ബാങ്ക് ബാലൻസ് വേണം. ഇതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് സന്തോഷിക്കത്തേ ഉള്ളൂ. നല്ല പരിപാടി, അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാ? പിശാച് പറയും നീ പ്രാർത്ഥിച്ചെന്ന് പറയും. നമ്മൾ പറയും ഭയങ്കര ഇന്ന് രാവിലെ ഇരുന്ന് ഇതുവരെ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയും, അല്ലേ? എന്തോ പ്രാർത്ഥന വിഷയം എന്തുവാ? പ്രാർത്ഥനാ വിഷയം ഇതൊക്കെയാ: ആഹാരം, വസ്ത്രം, പാർപ്പിടം, കാറ്, ജോലി. ഇതിന് വിചാരം എന്തുവാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ റൂട്ടൊന്ന് മാറട്ടെ. സ്തോത്രം. നീ ദൈവകരത്തിലെ ഒരു ആയുധമായി മാറട്ടെ, ദൈവത്തിന്റെ കരത്തിലെ ഒരു വെൺവഴുമായി മാറട്ടെ. നീ ദേശത്തിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന, ഇരുട്ടിന്റെ ശക്തികളെ തകർക്കുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നീ ഒന്ന് പ്രാർത്ഥിക്കുക. നീ ആയിരിക്കുന്ന ഇടത്തെ, നിന്റെ ഭവനത്തിലെ അംഗങ്ങളുടെ വിടുതലിന്, നീ താമസിക്കുന്ന ഫ്ലാറ്റിലെ അംഗങ്ങളുടെ വിടുതലിന്, നിനക്കറിയാവുന്ന നിന്റെ സുഹൃത്തുക്കളുടെ ആത്മരക്ഷയ്ക്ക്, നീ ആയിരിക്കുന്ന സഭയിൽ കടന്നു വരുന്ന ജീവിതത്തിന്റെ വിടുതലിന്, സഭയുടെ ഒരു അഭിവൃദ്ധിക്ക്, അനേക ജനത്തെ കർത്താവിന് വേണ്ടി കൊയ്തെടുക്കുവാൻ അനേക ദൈവഭക്തന്മാരെ ഒരുക്കണമേ എന്ന് പറഞ്ഞ് നീ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങ.
ഇത് തുടങ്ങുമ്പോൾ ഇവന് പ്രശ്നം ഉണ്ടാകുവാൻ തുടങ്ങും. കാരണം അവന്റെ ആധിപത്യം തകരുന്ന പ്രാർത്ഥനയാ. നീ ജോലിക്ക് വേണ്ടി, നിന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് ഒരു കുഴപ്പവുമില്ല, നീ അതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിശാചിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ അവന്റെ പാതാള ഗോപുരത്തെ കയറി നീ ഒന്ന് ലക്ഷ്യം വെച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. സ്വർഗം സന്തോഷിക്കുന്ന പ്രാർത്ഥന, സ്വർഗം ചലിക്കുന്ന പ്രാർത്ഥന, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതാണ് വചനം പറയുന്നത്, ആദ്യം എൻ്റെ രാജ്യവും നീതിയും. ലക്ഷ്യം തെറ്റിയുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കരുത്. ഇന്ന് പകൽക്കാലം മടങ്ങി വരണം. വിളിച്ച വിളി എന്തെന്ന് തിരിച്ചറിയണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആർക്കും സന്തോഷം വരുന്ന കാര്യമല്ല നീ പറയുന്നേ. നമ്മുടെ വിഷയം എൻ്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രതികൂലം എങ്ങനെ മാറുമെന്നുള്ളതാണ്. പക്ഷേ ദൈവവചനം അതല്ല പറഞ്ഞിരിക്കുന്നത്. നിന്റെ പ്രതികൂലത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതിനു മുമ്പ് നീ എൻ്റെ രാജ്യവും നീതിയും ഒന്ന് അന്വേഷിക്കുക. നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ കുടുംബത്തിനെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ തലമുറയെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്നെ ഞാൻ വിളിച്ചത് നിത്യ നരകത്തിലേക്ക് പോകുവാനല്ല. ഞാൻ നിനക്ക് ഈ പ്രതികൂലം തന്നിരിക്കുന്നത്, നിനക്ക് ഈ വേദന തന്നിരിക്കുന്നത്, നീ ഒന്ന് യഥാസ്ഥാനപ്പെട്ട് ഞാൻ നിന്നെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം, നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എന്തെന്ന് നീ തിരിച്ചറിഞ്ഞ് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി മാറുവാനാണ്. ദൈവം തരുന്ന പ്രതികൂലങ്ങൾ എന്തിനാ? ദൈവം എന്തിനാ പ്രതികൂലം തരുന്നേ? നമ്മളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാനാ. യഥാർത്ഥമായ ദൈവത്തിന്റെ പദ്ധതി നമുക്കൊന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി തീരണം. നെഹമ്യാവ് എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. യെരൂശലേമിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളും വാതിലുകളും ഒന്ന് പണി. യെരൂശലേം ദേവാലയം പണിയൊന്നല്ല, ഇടിഞ്ഞ മതിലുകളൊന്ന് പണിയും. തീരുമാനമെടുത്ത് താൻ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ ശത്രു എഴുന്നേറ്റു. അവനെതിരെ വെല്ലുവിളി വന്നു. സൽബന്നത്തും തോവിയാവും രണ്ടുപേർക്ക് മഹാകോപത്തോടെ എഴുന്നേറ്റു എന്നാ പറയുന്നേ. ഒരു മതില് പണിയാൻ തുടങ്ങിയപ്പോ ശത്രു എഴുന്നേറ്റെന്ന്. അപ്പോൾ നീ ദൈവസഭയുടെ പണിക്ക് വേണ്ടി ഇറങ്ങിയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക. ഒരു പഴയ നിയമഭക്തൻ ഒരു ഇടിഞ്ഞു കിടന്ന ചില ഇടിവുകളെ നിന്ന് പണിയുവാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി തന്റെ പ്രവൃത്തി ഒന്ന് തുടങ്ങിയപ്പോൾ അവനെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കുവാൻ തുടങ്ങി. പിന്നെ നിന്ദിച്ചു. പിന്നെ അവസാനം തന്നെ കൊല്ലുവാൻ വരെ പദ്ധതി ഇട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു മതിൽ പണിയുമ്പോൾ ഈ അവസ്ഥയാണ് എങ്കിൽ, ഒരു ഇടിവുകളെ ഒന്ന് നിരപ്പാക്കുവാൻ തുടങ്ങിയപ്പോൾ ശത്രുവിൻ്റെ സ്വസ്ഥത പോയി എങ്കിൽ, നീ ദൈവരാജ്യത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നീ ഒന്ന് യഥാസ്ഥാനപ്പെടുമ്പോൾ, നിന്റെ പ്രാർത്ഥനയൊന്ന് ക്രമീകരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൽ ഒരു ആരാധന വെളിപ്പെടുമ്പോൾ, നിന്റെ സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ഈ ഇരുട്ടിന്റെ ശക്തി അടങ്ങിയിരിക്കുമെന്ന് നാം ചിന്തിക്കരുത്. അതിനെ ജയിക്കുന്ന ഒരാത്മാവിൽ പോരാടുന്ന ഒരു ദിനമായി ഇന്ന് മാറണം. നെഹമ്യാവ് 2:17 യെരൂശലേം ശൂന്യമായിരിക്കുന്നതും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തു കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിലുകൾ പണിയുക എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന, വാതിലുകൾ തകർന്നു കിടക്കുന്നതൊന്ന് പണിയുവാൻ നെഹമ്യാവ് തീരുമാനിക്കുകയാണ്. താൻ പണിയുവാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ 2-3 പേരങ്ങ് എഴുന്നേറ്റെന്ന്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിനായി നമ്മളൊരു പണിക്കൊന്ന് തുടക്കമിടട്ടെ. അതായത് പ്രാർത്ഥനയൊന്ന് യഥാർത്ഥമായ രീതിയിലുള്ള ഒരു പ്രാർത്ഥന, ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഒന്ന് വെളിപ്പെടട്ടെ. നിന്റെ മുമ്പിൽ ചില പ്രതികൂലങ്ങൾ വരും. അത് വരണം. വന്നെങ്കിലേ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ നീ നിൽക്കുന്നത് യഥാർത്ഥ പാതയിലാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം, ഒരു പ്രതിസന്ധി, ഒരു വെല്ലുവിളി വന്നില്ലെങ്കിൽ നമ്മുടെ പോക്കെന്തോ ശരിയായ പാതയിലല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. യുദ്ധം ചെയ്യുന്നവൻ, മുന്നണിയിൽ നിൽക്കുന്നവൻ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവന്റെ മുമ്പിൽ വെല്ലുവിളികൾ വരും. ഇവിടെ തീരുമാനം എന്താ? ഞങ്ങൾ പണിയും, ഞങ്ങൾ ഇടിവുകൾ നികത്തും. അപ്പോൾ പണി നടക്കുമ്പോൾ
പണി നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം വരുന്ന പരിഹാസവും നിന്നയുമൊക്കെ ആയിരിക്കും. എന്നാൽ അതൊന്നും ഇന്ന് പകൽക്കാലം ആരും ഗൗനിക്കരുത്. ദൈവം നിനക്കൊരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട് എങ്കിൽ, ദൈവം നിനക്കൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവം നിന്റെ മേൽ ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് എങ്കിൽ, ഈ ചുറ്റുപാടുകളും ഈ മനുഷ്യന്റെ വാക്കുകളും പിശാചിന്റെ തന്ത്രങ്ങളും നിന്നയും പരിഹാസവും കൊണ്ട് ഒന്നും തളരരുത്. തീരുമാനം ശക്തമായിരിക്കണം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നീതിമാന്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നിന്റെ ഭവനത്തിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ തലമുറകളുടെ വിഷയത്തിൽ നിനക്കോരോ കഴിയുമില്ല പിശാചേ എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ തലമുറയെ കുറിച്ച് നിനക്ക് പിശാചിന്റെ മുഖത്ത് നോക്കി പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? നിനക്കൊരവകാശവും എൻ്റെ ഭാര്യയുടെ മേൽ, എൻ്റെ ഭർത്താവിൻ്റെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ അവകാശത്തിന് മേലില്ല. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പറയണം. അതിനെന്തു വേണം? പാറമേൽ നിന്റെ പണി അവിടെ ആയിരിക്കണം. വചനത്തിൽ പണിതെങ്കിൽ മാത്രമേ നിന്നെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ നിനക്ക് തിരിച്ചു പറയുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ 4:1 പറയുന്നു, ഈ ദുർബലന്മാരെന്തു ചെയ്യുവാൻ പോകുന്നു? അപ്പോൾ മതിൽ പണി തുടങ്ങിയപ്പോൾ, നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മഹാകോപമുണ്ടായെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കോപത്താൽ നിന്റെ വടിയെ നശിപ്പിച്ചു കളയുവാൻ, നിന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ കുലത്തെ തന്നെ നശിപ്പിക്കുവാൻ, നിന്റെ വടികളെ അടയ്ക്കുവാൻ പിശാച് പദ്ധതി മെനയുമ്പോൾ ഇന്ന് പകൽക്കാലം നീ ഉറച്ചിരിക്കുക. പാതാള ഗോപുരം നിന്നെ ജയിക്കുകയില്ല. 7 പറയുന്നു, യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങി എന്നും സൻബല്ലത്തും തോബിയാവും അവര് ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി അവർക്കെതിരെ യുദ്ധത്തിന് ചെന്നു എന്ന് പറഞ്ഞാൽ അടഞ്ഞു തുടങ്ങി, ഇടിവുകളൊക്കെ അടഞ്ഞു തുടങ്ങി. ഇവരൊന്ന് യഥാസ്ഥാനപ്പെട്ടു. അവന്റെ പൊളിഞ്ഞു കിടന്ന പ്രാർത്ഥനാ ജീവിതം, ഇടിഞ്ഞു കിടന്ന യാഗപീഠം, അവന്റെ ജീവിത രീതി ഒക്കെ മാറി അവനെ യഥാസ്ഥാനപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ അവർക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ഒരു കൂട്ടം എഴുന്നേൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവനെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവനെങ്കിൽ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനെങ്കിൽ, നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളോ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ താൻ എന്താണ് ചെയ്തത്? അതിന്റെ 17 പറയുന്നു, മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പിറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവൻ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ട് പണിതു എന്ന് പറഞ്ഞാൽ ആയുധം കയ്യിലുണ്ട്, പണിയും നടക്കുന്നുണ്ട്. വചനമാകുന്ന വാൾ കയ്യിലെടുത്തുകൊണ്ട് ഏതു സമയത്തും യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട്, എപ്പോഴും യുദ്ധത്തിന് ഒരുക്കമായിട്ട് വേണം, എപ്പോഴും ഒരു ആക്രമണം ഉണ്ടെന്ന് അറിഞ്ഞു വേണം ദൈവമക്കൾ മുന്നോട്ട് പോകുവാൻ. അതിന് 23 പറയുന്നു, ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചിരുന്നു. നമ്മൾ ദൈവസഭയിൽ ദൈവമക്കളാണെന്ന് ഉറപ്പുള്ളവർ ആയുധം കരത്തിൽ വേണം. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ദൈവസഭയുടെ പ്രാർത്ഥനവിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനാണ് എന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ആയുധം എടുത്തുകൊണ്ട് വേണം നീ പോരാടുവാൻ. എഫെസ്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരിക്കണം പ്രാർത്ഥന എന്നുള്ളത്, എങ്ങനെയാണ് നാം പോരാടേണ്ടതെന്നുള്ളത്. ആ ഒരു ലെവലിൽ നാം ആയിത്തീരുവാനിടയായി തീരണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സർവായുധവർഗം എടുക്കണം. എങ്ങനെയാണ് നാം പോരാടേണ്ടത്? ആയുധം ധരിച്ച് നെഹമ്യാവും സംഘവും മതിൽ പണിതതുപോലെ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസഭയുടെ പണിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവരാജ്യത്തിനു വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ഒരുക്കം വേണം. യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അവൻ ഇറങ്ങി വരുമെന്നൊരു വിശ്വാസം നമുക്ക് വേണം. എന്നിട്ട് പറയുന്നു, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ. പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ടുന്ന വാള് ഒരു മാനുഷികമായ വാളല്ല. പിശാച് കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ താൻ വചനം പറഞ്ഞാണ് ജയിച്ചത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അതിന് ചേരുന്ന ഒരു വചനം പറഞ്ഞ് നാം പ്രാർത്ഥിച്ചേ മതിയാകൂ. ആ പ്രാർത്ഥനയിൽ പിശാചിന്റെ പദ്ധതി തകരും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില ശക്തികൾ തകരുകയാണ്. ദൈവസഭയുടെ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ വാദിക്കുന്ന ശക്തികൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നാസറേയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. ഇന്നൊരു ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഇനിയിപ്പോൾ അടുത്ത ആണ്ടർനിയോഗത്തിന് 1 മണിക്കൂർ പ്രാർത്ഥിക്കാവുന്നല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു സ്ഥിരത, അതിന് പ്രത്യേകം ഒരു സമയം നാം കണ്ടെത്തണം. നമുക്ക് ആഹാരം കഴിക്കുവാൻ സമയമുണ്ട്, ബാക്കി എല്ലാത്തിനും നമ്മൾ സമയം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാൻ ഒരു ക്രമീകരണമില്ല എങ്കിൽ ആ ഒരു ക്രമീകരണത്തിലേക്ക് നാം കടന്നു വരണം. അകത്തെ മനുഷ്യൻ പറയണം, എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ. ആ ഒരവസ്ഥയിലേക്ക് നാം വരുമ്പോൾ ഒരു സ്ഥിരത വെളിപ്പെടും. ആ സ്ഥിരത വെളിപ്പെട്ട് കഴിയുമ്പോഴുണ്ടല്ലോ, സഭ പണിയുവാൻ തുടങ്ങും. ആ സഭയുടെ പണിയിൽ ശത്രുക്കൾ എഴുന്നേറ്റ് വരും. സ്തോത്രം. എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എങ്കിലും എതിരാളികൾ പലരുണ്ട്. ഇതൊക്കെ എഴുന്നേറ്റ് വരുമെങ്കിലും യുദ്ധം യഹോവ ചെയ്തുകൊള്ളും. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലന്റെ പണി കർത്താവിന് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, ഇത് നീ റോമയിലും ചെയ്യണം. ദൈവരാജ്യത്തിനു വേണ്ടി റോമയിലേക്ക് പോകുന്ന വഴി ശത്രു എത്ര വട്ടമാണ് തന്നെ തകർക്കുവാൻ തുടങ്ങിയത്. കടലിൽ കപ്പൽ ഛേദമുണ്ടാക്കി, കടലിൽ കാറ്റടിച്ച് കപ്പൽ തകർത്ത് തന്നെ നശിപ്പിക്കുവാൻ നോക്കി, പടയാളികൾ തന്നെ വാൾ കൊണ്ട് കൊല്ലുവാൻ നോക്കി. എന്നാൽ അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്ന് തന്നെ വിടുവിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ വചനവുമായി ദൈവരാജ്യത്തിനു വേണ്ടി ചലിക്കുന്നവനെങ്കിൽ വെല്ലുവിളികൾ ഉണ്ടാകും. ഭയപ്പെടരുത്. പൗലോസ് തീർന്നില്ലെന്ന്. പൗലോസ് എവിടെ എത്തി? മെലിത്തയിലെത്തി. പടക് തകർന്നു, കൂടുള്ളവരൊക്കെ കർത്താവിനെ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ തകർച്ചയിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നീ ദൈവരാജ്യത്തിന് വേണ്ടി പോകുന്നവനാണ് എങ്കിൽ, ദൈവരാജ്യത്തിൽ നീ സഞ്ചരിക്കുന്നവനാണ് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ വരുന്ന ചില പ്രതികൂലങ്ങൾ, ചില ശോധനകൾ, മറ്റുള്ളവർ നിന്റെ ദൈവത്തെ കാണുവാനിടയായി തീരും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നമ്മുടെ തകർച്ച, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരാജയം, ദൈവത്തിന്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇറങ്ങി വന്നുള്ള പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കൂടെ വിളിച്ചു പറയും, ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണ് എന്ന് വിളിച്ചു പറയത്തക്ക വിധത്തിൽ ദൈവം ചില മിറക്കിളുകൾ ചെയ്യുവാൻ പോകുന്നു. കപ്പലിലുണ്ടായിരുന്ന അത്രയും ആൾക്കാർ അവന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ശത്രു എത്ര എഴുന്നേറ്റു എന്ന് പറഞ്ഞാലും നീ ഭാരപ്പെടേണ്ട. കർത്താവ് എല്ലാം നിന്റെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കുകയില്ല. നീ റോമയിൽ പോകുവാൻ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞില്ല നീ ഇടയ്ക്ക് മെലിത്തയിൽ ഇറങ്ങുമെന്ന്. പറഞ്ഞോ? ഇല്ല. എന്നാൽ വാഗ്ദത്ത ദേശത്തേക്ക് നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ നീ കടന്ന് ചെല്ലേണ്ടതായിട്ട് വരുന്നുവെങ്കിൽ അവിടെയും നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അവിടെയും നിന്നിലൂടെ ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, വെല്ലുവിളികളുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളാണ് വന്നത്. നെഹമ്യാവിന്റെ ജീവിതത്തിൽ
വലിയ വെല്ലുവിളികളാ വന്നത്. മതില് പണിയുവാൻ തുടങ്ങിയവന്റെ, ഇടിവ് നികത്തുവാൻ തുടങ്ങിയവന്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളി വന്ന് അവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ അവിടെ പറയുന്നു, അവർ ആയുധം പിടിച്ചുകൊണ്ട് കുളിക്കുന്ന സമയത്ത് പോലും വാള് കയ്യിലുണ്ടായിരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ആത്മാവിൽ പോരാടിക്കൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഒരു യുദ്ധത്തിനുള്ളൊരു ഒരുക്കം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ രാജ്യം പണിയുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവരെയാ ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത്, ഈ ഉണങ്ങിയ അസ്ഥികളെ സൈന്യമാക്കി തീർത്തെന്ന്. ദൈവത്തിന് വേണ്ടത് സൈന്യത്തെയാ, പോരാടുവാൻ കഴിവുള്ളവനെയാ, ദൈവത്തിന് വേണ്ടി ചിലതിനെ വെട്ടിപ്പിടിക്കുവാൻ കഴിവുള്ളവനെയാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമാണ്, ഞങ്ങൾക്കൊരു വിശാലത വേണം. ജോർദാൻ വരെ പോയി ചില മരങ്ങൾ മുറിച്ചുകൊണ്ട് വരട്ടെ. ഒരുത്തൻ മരം മുറിച്ചപ്പോൾ അവൻ്റെ കോടാലി ഊരിപ്പോയെന്ന്. എന്താ ഊരിപ്പോകാൻ കാരണം? അവൻ തെരഞ്ഞെടുത്ത മരമെന്ന് പറയുന്നത് നല്ല മൂത്ത കാതലുള്ള മരമാണ് നോക്കിയെടുത്തേ. മുറിക്കുവാണെങ്കിൽ അങ്ങനെ മുറിക്കണം ദൈവത്തിന് വേണ്ടി. നമ്മുടെ കയ്യിലൊക്കെ പോയി ഓരോ മരം മുറിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന ഓമയുണ്ടോന്നായിരിക്കും. ഓമയൊക്കെ ഉണ്ട്, ഓമയ്ക്ക ഉണ്ടാവുന്നത് അല്ലേ? സുഖമായിട്ട് വെട്ടിക്കൊണ്ടെങ്കിൽ പോരാമല്ലോ. മരവുമായി കർത്താവിന് സന്തോഷമാകുമെന്ന് വിചാരിച്ച നമ്മുടെ വെട്ടൊക്കെ. എന്നാൽ കോടാലി വായ്പ വാങ്ങി ഒരുത്തം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, അവന്റെ എരിവ് എന്തുവാണ്. അവര് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ പറഞ്ഞു വിടാം, എൻ്റെ ഈ കോടാലിയില്ല സഹോദര, നിങ്ങളല്ലയോ വലിയ അന്യഭാഷ പറയുന്നവരും പ്രാർത്ഥിക്കും, നീ അങ്ങ് പോകും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, എനിക്ക് കൃപയില്ല, ബ്രദർ പോയിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയാ പലരും പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ അവൻ പറഞ്ഞു വിട്ടില്ല. അവൻ വായ്പ വാങ്ങി ഒരു കോടാലി കൊണ്ട് വന്നിട്ട് അവൻ തെരഞ്ഞെടുത്ത മരം ഏതാണെന്നറിയാമോ? അവിടെ കണ്ടതിൽ വലിപ്പമുള്ളതും മൂത്തതും കാതിലുള്ളതുമായ ഒരു മരത്തെ കയറി വെട്ടി. അതുകൊണ്ട് എന്തു പറ്റി? കോടാലി അങ്ങ് ഊരിപ്പോയി, തെറിച്ചുപോയി. വെട്ടുവാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് എന്തു പറ്റി? ഇന്നും അവനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നേ. ബാക്കി കൂടെ പോയ ഒരൊറ്റ പ്രവാചക ശിഷ്യന്മാരെ കുറിച്ചും നമുക്ക് പ്രസംഗിക്കുവാനില്ല. നമുക്ക് പ്രസംഗിക്കുവാനുള്ളത് കോടാലി ഊരിപ്പോയ ആ ഒരുത്തനെ കുറിച്ച്. മുറിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? കാതലുള്ളതിനെ മുറിക്കണം. ദൈവത്തിന് വേണ്ടി നാം ശക്തമായി നിൽക്കണം. പൗലോസിനെ ആകുന്ന രീതിയിലെല്ലാം തകർക്കുവാൻ നോക്കി അവസാനം രക്ഷപ്പെട്ട മെലിത്ത എന്ന ദ്വീപിലെത്തിയെന്ന്. വെല്ലുവിളിയുണ്ടോ? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ പൗലോസ് പോകുന്നേ? കർത്താവ് പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിട്ട വഴികളിൽ പ്രതികൂലമുണ്ട് എങ്കിൽ വിട്ടവൻ അതിന്റെ കണക്ക് തീർത്തോളുമെന്ന്. എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണ്, എന്നെ ഈ ദേശത്താക്കിയത് ദൈവമാണ്, എന്നെ ഈ കുടുംബത്തിലാക്കിയത് ദൈവമാണ്, എന്നെ ഈ സഭയിലാക്കിയത് ദൈവമാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ഏതവസ്ഥയെയും മാറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എത്ര വിശ്വസിക്കുവാൻ കഴിയും? നിന്റെ കുടുംബത്തെ പണിയുവാൻ കഴിയും, നിന്റെ തലമുറയെ പണിയുവാൻ കഴിയും. ഇത് നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. നിനക്ക് ജോലി നൽകുവാൻ കഴിയും, കുടുംബത്തെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ശത്രുവിന്റെ വെല്ലുവിളിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. സ്തോത്രം. മെലിത്ത എന്ന ദ്വീപിലെത്തി അവർ അവരെ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്കു പറ്റി. സ്തോത്രം. ഒരു തരത്തിലും വിടത്തിൽ നിന്നുള്ള രീതിയിലുള്ള പരിപാടി. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ചില വിഷയങ്ങളെ ദൈവം എടുത്ത് വലിച്ച് എറിയുവാൻ പോകുകയാണ്. ഒന്നു മാറി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളിട്ട് ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം. ഇന്ന് പകൽക്കാലം ആരും ഭാരപ്പെടണ്ട. ഈ അണലി കൈ ചുറ്റിയപ്പോൾ ആർക്കാണ് പ്രശ്നം? അവിടെ പൗലോസിനൊരു വിഷയവുമില്ല. കണ്ടു നിന്നവർക്കാ വിഷയം, ആ ദേശക്കാർക്കാ വിഷയം, കൂടെ വന്നവർക്കാ വിഷയം. ആ ജന്തുവിന്റെ അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ആൾക്കാർ തമ്മിൽ ഇതൊക്കെ പറഞ്ഞോട്ടെ, ഇതൊക്കെ ഒരു സൈഡിൽ നടക്കും. നിന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവർ പോലും ഇപ്പോൾ പൗലോസിനെ സംശയത്തോടാ നോക്കുന്നേ. ശരിയാണല്ലോ, കുറച്ചു സമയം മുമ്പ് മുങ്ങിച്ചാകാൻ തുടങ്ങുകയാ. അവിടെ വെച്ച് ധൈര്യം നൽകി ബലപ്പെടുത്തി ദൂത് പറഞ്ഞ് ഈ മെലിത്ത എന്ന ദ്വീപിൽ കൊണ്ടെത്തിച്ചവർ തിരിഞ്ഞപ്പോൾ പൗലോസ് പ്രതികരിക്കാൻ പോയില്ല. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു. ഒരു ദോഷവും അവന് പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ എന്നും വെച്ച് അവർ കാത്തുനിന്നു. ഇന്ന് പകൽക്കാലം പലരുടെയും മനസ്സു മാറും. നീ ചിലതിനെ കുടഞ്ഞു കളയുവാൻ തയ്യാറായാൽ മതി. ചില വിഷയങ്ങൾ, ചില വെല്ലുവിളികൾ വരുമ്പോൾ പ്രാർത്ഥനയിലൊന്ന് കുടയണം, ദൈവരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളകോരവനെ
തകർക്കുകയില്ല. നീ ഉറപ്പുള്ള പാറയിലൊന്ന് നിന്നാ മതി. നിനക്ക് വെളിപ്പെട്ട് കിട്ടിയ ക്രിസ്തു തന്ന അധികാരം എന്നൊന്നും തിരിച്ചറിഞ്ഞാൽ മതി. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി ദൈവം ചെയ്തുകൊള്ളും. പൗലോസേ, നിന്നെ നടുക്കടലിൽ നിന്ന് രക്ഷിച്ച് ഈ ദേശത്തെ മെലിത്ത എന്ന ദ്വീപിൽ നിന്നെ എത്തിക്കുവാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ച ദൈവം ഇന്നും ഈ വിഷയത്തിലും വിടുവിപ്പാൻ ശക്തൻ തന്നെ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷമില്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ വേണ്ടിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്നു മണ്ണിൽ. ഇന്നലെ വേണ്ടിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്നു മണ്ണിൽ. എന്നാലും സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലും സാധു ഞാൻ സന്നിധി നിന്നതോ യേശുവിൻ കൃപയാൽ. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആമേൻ, 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 ആമേൻ. നല്ല വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലോകം പാപം പിശാചിനെ തൊടത്തില്ല. അങ്ങയുടെ ചിറകിൻ മറവിലാണ് ഞാൻ. ദൈവരങ്ങളിൽ താഴ്ത്താം, സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ആ ദൈവരാജ്യത്തിന് വേണ്ടി ശോഭിക്കുവാനൊന്ന് തീരുമാനിര്. വെല്ലുവിളികളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും. നീ കുടഞ്ഞാൽ മതി. നിന്റെ മേലൊരു അധികാരം തന്നിരിക്കുക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സ്വർഗസ്പിതാവേ, ഇന്ന് പകൽക്കാലം ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ശോഭിക്കുന്ന ജീവിതങ്ങളാക്കി തീർക്കണമേ. ആ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ജനം ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ എന്തെന്ന് കണ്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ ഓരോരുത്തരിലും വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. ശത്രുവിൻ്റെ പദ്ധതി തകരുന്നതിനാൽ സ്തോത്രം. ചത്ത് വീർത്ത് വീഴുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവർ, ഇവൻ ഒരു ദൈവഭക്തൻ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു വലിയ അത്ഭുതം ദൈവസഭയിൽ ദൈവജനത്തിൽ വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കരം ചലിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വം എടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിന് നമുക്ക് നന്ദി കരേറ്റാം.